ഇന്ന് നമ്മൾ കാണുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ആവശ്യം കഴിയുമ്പോൾ തീരുന്നതാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലും ലൈഫിൽ സീറോ ആയി നിൽക്കുന്ന സമയത്തും നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇല്ലേ, അതുപോലെ ഒരാളാണ് സുമന്ത്രര്. ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ അയോധ്യയുടെ സ്റ്റിയറിംഗ് പിടിക്കുന്ന തേരാളി, ദശരഥൻ്റെ മന്ത്രി. രാമനെ കാട്ടിലേക്ക് അയക്കാൻ, ഗംഗാനദി വരെ എത്തിക്കാൻ സുമന്ത്രരെയാണ് ദശരഥൻ ചുമതലപ്പെടുത്തുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ഇതിലും നന്നായി നിർവഹിക്കാൻ വേറെ ആരുമില്ല എന്ന് ദശരഥന് നന്നായിട്ട് അറിയാം. ദശരഥനോട് നോ പറയാത്ത അത്രയ്ക്ക് വിശ്വസ്തനാണ് സുമന്ത്രര്. രാമനെയും ലക്ഷ്മണനെയും സീതയും കാട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ദശരഥൻ്റെ മുന്നിൽ സുമന്ത്രര് വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട് രാമായണത്തിൽ. ആ സുമന്ത്രരുടെ ഒരു അവസ്ഥ നമ്മളെ കരയിപ്പിക്കും. രാജാവിൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി പറയാൻ പറ്റാതെ ഹൃദയം തകർന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അത് വളരെ ദയനീയമാണ്. പക്ഷെ അപ്പോഴും ശാന്തത കൈവിടുന്നില്ല അദ്ദേഹം. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെക്കാൾ വലുതായിരിക്കും നമ്മളെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ഉള്ളിലൊതുക്കുന്ന സങ്കടങ്ങൾ. ദശരഥൻ്റെ മരണശേഷവും അയോധ്യയെ വഴിതെറ്റാതെ കൊണ്ട് നടന്നു സുമന്ത്രര്. ഈ സൂതന്മാർ എന്ന് പറയുന്നത് തേര് തെളിക്കുന്നവരാണ്. അതുപോലെ പുരാണ കഥകൾ പാടി നടക്കുന്നവരാണ്. ഭഗവാന്റെ അവതാരവേളകളിലൊക്കെ ഈ സൂതന്മാരും ഭൂമിയിൽ വന്ന് ജനിക്കും അത്രേ. രാമൻ്റെ കാലഘട്ടത്തിൽ സുമന്ത്രരെ പോലെ, കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ദാരുകനെ പോലെ ഇവരിങ്ങനെ പിന്നെയും പിന്നെയും ജനിച്ചുകൊണ്ടേയിരിക്കും.